ഇപ്പോൾ അല്ല നഷ്ടത്തിലായത്, കഴിഞ്ഞ സർക്കാർ എടുത്ത തീരുമാനം കൊണ്ടാണ് നഷ്ടത്തിലായത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ബെവ്കോയുടെ ഉൽപ്പാദനം അവരുടെ 21,000 കോടിയിലേക്ക് വർദ്ധിക്കുകയാണ് ചെയ്തത്, വിൽപ്പനയും മറ്റു കാര്യങ്ങളും. പക്ഷേ 5 പൈസയായിരുന്ന ഗാൽവനൈസ് ഫീ 10 രൂപയായി ഉയർത്തിയതോടെ 400 കോടിയിൽ പരം രൂപയാണ് ബെവ്കോയ്ക്ക് ഒറ്റയടിക്ക് സർക്കാരിന് നൽകേണ്ടി വന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ മാക്സിമം പണം എല്ലായിടത്തു നിന്നും പിടിച്ചെടുക്കുക എന്ന നയത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ ഏർപ്പെടുത്തിയതോടെ അവരുടെ ലാഭവും കഴിഞ്ഞു. അതിനു പുറമെ റിസർവ് ഫണ്ടിൽ നിന്ന് തന്നെ പണമെടുത്താണ് കൊടുക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നഷ്ടമുണ്ടായത്. പിന്നെ ഇത്തവണയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കുറഞ്ഞ വർധന ഉണ്ടായത്. കാരണം ഈ ഇവരുടെ എക്സ്ഗ്രേഷ്യ നേരത്തെ 2015-16 80,000 അടുത്ത വർഷം 85,000 പിന്നീടത് 2022 എത്തിക്കഴിഞ്ഞപ്പോൾ 95,000 24 അത് 1,02,000 ഇത്തവണ 2,500 രൂപയുടെ വർധനമാണ് കൊടുത്തത്. കാരണം ഇത്രയും നഷ്ടമെന്ന് പറയുമ്പോൾ കമ്പനിയുടെ പ്രശ്നം കൊണ്ട് ഒരു നഷ്ടം അവർക്ക് ഉണ്ടായിട്ടില്ല. കാരണം അവർ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ സെയിൽസ് വർദ്ധിച്ചു, ജീവനക്കാർ കൂടുതൽ കഷ്ടപ്പെട്ടു, അവർ വരുമാന വർധന ഉണ്ടാക്കി. പക്ഷേ ഗവൺമെൻറ് പോകുന്ന പോക്കിൽ ഇങ്ങനെ തീരുമാനമെടുത്ത് ലാഭവും റിസർവ് പണവും വാങ്ങിക്കൊണ്ട് പോയതുകൊണ്ട് പ്രവർത്തിക്കുന്ന ജീവനക്കാരെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ള എല്ലാ യൂണിയനുകളുടെ അഭിപ്രായവും ബെവ്കോയുടെ മാനേജ്മെൻറ്റിൻ്റെ അഭിപ്രായവും കണക്കിലെടുത്തിട്ടാണ് സർക്കാർ അതിനെ അംഗീകരിച്ചത്, 2,500 രൂപയുടെ വർധനവ് അംഗീകരിച്ചത്. തീർച്ചയായിട്ടും ഇതിപ്പം അതൊക്കെ പിന്നീടുള്ള അടുത്ത വരും വർഷങ്ങളിൽ കമ്പനിയുടെ പ്രവർത്തനം വിലയിരുത്തി ചെയ്യേണ്ട കാര്യമാണ്. എന്താണെങ്കിലും ബെവ്കോയെ പ്രൊഫഷണലൈസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ബെവ്കോയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ട്രാവൻകൂർ ഷുഗേഴ്സ് സ്ഥാപനമുണ്ട്, മലബാർ ഡിസ്റ്റിലറി ഉണ്ട്. ഈ ഡിസ്റ്റിലറികളെയൊക്കെ തന്നെ മാനേജ്മെൻറ്റിനെ പ്രൊഫഷണലൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ബെവ്കോ മാനേജ്മെൻറ്റ് കീഴിൽ ബെവ്കോയിലെ തന്നെ ഉദ്യോഗസ്ഥന്മാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട കീ പോസ്റ്റുകൾ ഇരിക്കുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിരിക്കുന്നവരെ ഇത്തരം ഒരു പ്രൊഫഷണൽ അല്ലാത്ത സമീപനം വഴിയല്ല അത്തരം സ്ഥാപനങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അതിൻ്റെ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ടാക്സ് സെക്രട്ടറിയുടെ കൊടുത്ത റിപ്പോർട്ടിൽ കുറച്ചുകൂടി ഭേദഗതികൾ വരുത്തി തിരികെ തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ ഇതിൻ്റെ ഈ ബെവ്കോയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളുണ്ട്. ട്രാവൻകൂർ ഷുഗേഴ്സിൻ്റെയും മലബാർ ഡിസ്റ്റിലറീസിൻ്റെയും പ്രവർത്തനങ്ങളെ കൂടുതൽ പ്രൊഫഷണലൈസ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളുണ്ട്. എന്തായാലും സമഗ്രമായൊരു മാറ്റം എല്ലാ തലത്തിലും ഉണ്ടാകും. സർക്കാർ അത് അനുമതി നൽകിയിട്ടുണ്ട്. അത് ബെവ്കോ മാനേജ്മെൻറ്റുമായും ഞാൻ ഉൾപ്പെടെ പങ്കെടുത്തൊരു ചർച്ചയിൽ ബെവ്കോ മാനേജ്മെൻറ്റ് അയച്ച പ്രപ്പോസലിനെ നമ്മൾ അംഗീകരിച്ചു. ഒരു തൊഴിലാളികൾക്ക് കൂടുതൽ ഉയർന്ന ക്ലെയിമാണ്, പക്ഷേ അത് നമുക്ക് പറ്റാവുന്നതല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ അല്ല 2,500 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ. എംപ്ലോയീസിന് ബോണസ് 1,05,000. നേരത്തെ 1,02,500 ആയിരുന്നു. ഇത്തവണ അത് 1,05,000 പോകാനുള്ളൂ. ബെവ്കോ മാനേജ്മെൻറ്റ് നമ്മളത് ചർച്ചയിൽ എടുത്ത തീരുമാനമാണത്. ചർച്ചയിലെടുത്ത തീരുമാനം 1,05,000 ഉയർന്ന പ്രപ്പോസൽസ്, ഉയർന്ന ആവശ്യങ്ങളുമായിരുന്നു. പക്ഷേ മാനേജ്മെൻറ്റ് അന്തിമഘട്ടത്തിൽ സ്ഥാപനത്തിന് നഷ്ടമില്ലാതെ ഗുണകരമാകാവുന്ന ഒരു വർധന ഇത്ര മാത്രമേ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു സ്റ്റാൻഡ്. അതിൻ്റെ ഫൈനാൻസിങ് കാര്യം മദ്യനയത്തിൻ്റെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓണം കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകും. ഇപ്പം നിലവിൽ നമ്മൾ മദ്യനയത്തിൻ്റെ ചർച്ചയ്ക്ക് വിളിക്കുന്ന സംഘടനകളുടെ ലിസ്റ്റുകൾ പൂർത്തീകരിച്ചു. അപ്പോൾ മുൻകാലങ്ങളിലുള്ളതിനേക്കാൾ സാമൂഹ്യ സംഘടനകളുടെ കൂടുതൽ പങ്കാളിത്തം, ലഹരി വർജനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളുടെ പങ്കാളിത്തം, അവരിൽ നിന്ന് കൂടുതൽ അഭിപ്രായം വാങ്ങാനും അതോടൊപ്പം വ്യക്തികളുടെ ഈ ഒരു റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് സംസ്കാരം ഉണ്ടാകാൻ ആവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും ഈ എക്സൈസ് നയത്തിലുണ്ടാവും. അല്ല, ആരംഭിച്ചില്ല. അതിൻ്റെ ഫുൾ ഫയൽ മൂവ്മെൻറ്റ്സും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇനിയിപ്പോൾ ഷെഡ്യൂൾ നൽകിയത് ഇപ്പോൾ ഓണം കഴിഞ്ഞെങ്കിൽ മാത്രമേ. അല്ല, അത് കൃത്യമായി പറഞ്ഞല്ലോ. അത് മദ്യനയത്തിന് ശേഷമാണ് ആ തീരുമാനം നിലവിൽ വരികയുള്ളൂ. മദ്യനയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൂടാതെ അന്ന് തന്നെ ഗവൺമെൻറ് പുറത്തിറക്കിയ ഫിനാൻസ് ബില്ലിൽ തന്നെ പറഞ്ഞത് എന്നാണോ നോട്ടിഫിക്കേഷൻ വരുന്നത്, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമാണ് ഇതിൽ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് കൃത്യമായി ഗവൺമെൻറ് പറഞ്ഞിരുന്നു. അത് മദ്യനയത്തിന് ശേഷമല്ലേ ഉണ്ടാവുകയുള്ളൂ. അല്ല, പെട്ടെന്ന് തീരുമാനിക്കുള്ളൂ. ഈ ഒരു മാസത്തിൽ തന്നെ, സെപ്റ്റംബർ മാസത്തിൽ തന്നെ
മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തി. ഇപ്പോൾ ഈ ഓണ ദിവസങ്ങളായതുകൊണ്ടും ഈ വ്യക്തികളും സംഘടനകൾക്കുമെല്ലാം അവരുടേതായ എൻഗേജ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ സെപ്റ്റംബർ ആദ്യ വാരത്തിൽ തന്നെ മദ്യനയത്തിൻ്റെ ചർച്ചകൾ തുടങ്ങാനും എത്രയും പെട്ടെന്ന് വകുപ്പിൻ്റെ മദ്യനയ ചർച്ചകൾ പൂർത്തീകരിക്കാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇല്ല, അതെല്ലാം ഞങ്ങൾ ഓപ്പൺ ചർച്ചകൾ നടത്താനാണ് തീരുമാനിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് UDFൻ്റെ ഒരു നയം ഉണ്ടല്ലോ. ഇപ്പം ജനങ്ങളുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഒരു നയം ഓൾറെഡി നിലവിലുണ്ട്. അപ്പോൾ അത് UDFും പാർട്ടിയും അത് സംബന്ധിച്ച ഗൈഡ് ലൈൻസ് നിർദ്ദേശം എന്തായാലും വകുപ്പിന് കൈമാറും. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് മാത്രമല്ലേ വകുപ്പിന് പെരുമാറാൻ പറ്റും. ഒരു ജനാധിപത്യപരമായ അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു ഗവൺമെൻറ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മുൻ പ്രഖ്യാപനങ്ങളുടെ ഒരു കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനം മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടുത്തെ സാമൂഹ്യ സുരക്ഷ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു നയമായിരിക്കും ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു അതെല്ലാം അതെല്ലാം തന്നെ മദ്യനയത്തിന് ശേഷം ഞങ്ങളൊരു പൊതുനയമാണ് അതിൽ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ ആ വിഷയത്തിൽ കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനമെടുക്കും.